ഫോട്ടോയിൽ കണ്ട പോലെ ഇതൊരു പബ്ലിക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഹോസ്റ്റലിൻ്റെ വാഷ് ബേസിനാണ്. അപ്പം ഇത് ഞാൻ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ പലയിടത്തും കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അപ്പം ജസ്റ്റ് ഒരു അവയർനെസ് കൊടുക്കാൻ തോന്നിയത് വെച്ചാൽ ചില ആൾക്കാർക്കിത് അറിയത്തില്ലാത്ത ആൾക്കാരുണ്ട്. എങ്ങനെയാണ് ഒരു സ്ഥലത്ത് പോയിട്ടൊരു പബ്ലിക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഹോസ്റ്റലോ ഏതുമായിക്കോട്ടെ, ഒരു ടോയ്ലറ്റോ ഏതുമായിക്കോട്ടെ, അത് കൃത്യമായി യൂസ് ചെയ്യാനറിയാത്ത ആൾക്കാർ. വീട്ടിലെങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. വീട്ടിൽ ചിലപ്പം നല്ല രീതിയിൽ തന്നെ ഉള്ള രീതിയായിരിക്കും ഉപയോഗിക്കുന്നത്. മറ്റുള്ളവരുടെ അവനവൻ്റെ അല്ലല്ലോ, മറ്റുള്ളവരുടെ എങ്ങനെ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ചില ആൾക്കാരിങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ വേസ്റ്റ് വിടാനുള്ള സൗകര്യങ്ങളുണ്ടെങ്കിൽ തന്നെയും ചില ആൾക്കാർ നേരെ പോയി ടോയ്ലറ്റ് കഴുകുക, അല്ലെങ്കിൽ ടോയ്ലറ്റിൽ വാഷ് ചെയ്യുന്ന സമയത്ത് അവിടെ സോപ്പ് പൊടിയുടെ കവറുകൾ കൊണ്ട് ഇടുക. അതുപോലെ തന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്ന വേസ്റ്റ് ഇടാനുള്ള പാത്രം ഉണ്ടെങ്കിൽ തന്നെയും ഈ ഒരു വാഷ് ബേസിലേക്ക് കൊണ്ട് നേരെ ഡയറക്റ്റ് കൊണ്ട് കൊട്ടിയിടുക, അത് വൃത്തികേടാക്കുക. അതങ്ങനെ ഒരു ജന്മസിദ്ധമായിട്ടുള്ള ചില ആൾക്കാരുടെ കഴിവുകളാണ്. എന്ന് പറയാനേ നമുക്ക് വരത്തുള്ളൂ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വീഡിയോയിലൂടെ ആ കാര്യങ്ങളാണ്. ഒന്നാമത്, നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ നല്ല ആൾക്കാർ ഒത്തിരിയുള്ള സ്ഥലമാണെങ്കിലും അവിടെ ചില മോശപ്പെട്ട സ്വഭാവമുള്ള ആൾക്കാരാണ് ആ റെഡായിട്ട് കാണുന്നത്. അത് അവരെ എപ്പോഴും നമ്മൾ അകറ്റി നിർത്തണമെന്ന് ഞാൻ പറയുന്നത്. എന്നുവെച്ചാൽ അവർക്ക് എത്ര പറഞ്ഞു കൊടുത്താലും നമ്മൾ മനസ്സിലാകത്തില്ല. അങ്ങനൊരു കാര്യമുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഒരു വാഷ് ബേസിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒരു പബ്ലിക്കായിട്ട് വെച്ചിരിക്കുമ്പോൾ അതെല്ലാവർക്കും ഉപയോഗിക്കാൻ വേണ്ടിയാണ് അത് അവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അല്ലാതെ ഒരാൾക്ക് മാത്രം അവരുടെ തോന്നിവാസം കാണിക്കാൻ വേണ്ടി മാത്രമല്ല. അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടത്, എല്ലാവരും നമ്മൾ കണക്ക് കൂട്ടുക. ഈ അവിടെ താമസിക്കുന്ന എല്ലാവരും എന്നെപ്പോലെ ഉള്ളവരാണ്, അല്ലെങ്കിൽ എന്നെപ്പോലെ ഉപയോഗിക്കേണ്ടവരാണ് എന്നുള്ള ഒരു കണക്ക് കൂട്ടൽ വേണം നമ്മൾ ആ ഒരു ഭാഗം നമ്മൾ യൂസ് ചെയ്യാൻ. അല്ലാതെ ഞാൻ മാത്രം ഉപയോഗിച്ചാൽ മതി എന്നുള്ള തൻ്റെ ഇടമായിട്ടുള്ള അഹങ്കാരമാണ് ഈ ഒരു കാര്യത്തിലേക്ക് നമ്മൾ നയിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ താമസിക്കുന്ന ഒരു ഹോസ്റ്റലിലാണെങ്കിലും അത് എവിടെ ആയിക്കോട്ടെ, അവിടെ ഒരു വേസ്റ്റ് കവർ ഇടാനായിട്ട് ഒരു ബോക്സോ അല്ലെങ്കിൽ കവറുകളോ അവിടെ സ്ഥാപിച്ചിരിക്കും. അപ്പോൾ അവിടെ ഫുഡ് ഇടാനായിട്ടുള്ള വേസ്റ്റ് വേറെ, പ്ലാസ്റ്റിക് കവർ ഇടാനുള്ള വേസ്റ്റ് വേറെ, ഇങ്ങനെയായിരിക്കും ചില സ്ഥലത്ത് സംവിധാനം ചെയ്തിട്ടുള്ളത്. ചിലയിടത്ത് രണ്ടും ഒറ്റ ബോക്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഉപയോഗിക്കുന്ന വേസ്റ്റ് കവറുള്ള ഫുഡിൻ്റെ വേസ്റ്റുകൾ, ഇതൊക്കെ നമ്മൾ ആ ഒരു കറക്റ്റായിട്ട് നമ്മുടെ പാത്രമോ അല്ലെങ്കിൽ കവറുകളോ അത് ക്ലീൻ ചെയ്ത് ആ ഒരു ഭാഗത്തിൽ നമ്മൾ ഇടാൻ ശ്രമിക്കുക. അതായത് നമ്മളത് ഇടുന്നത് നമുക്ക് തന്നെ ഗുണമാണ്. വെച്ചാൽ മറ്റുള്ളവർക്കും കൂടെ അത് വൃത്തിയായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു രീതിയാണ് നമ്മളവിടെ കൈക്കൊള്ളുന്നത്. അപ്പോൾ അതിൽ നമ്മളൊരു മടി വിചാരിക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ച് നമ്മുടെ ഫുഡ് വേസ്റ്റുകൾ ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു മുറികളിലോ അല്ല കൊണ്ട് ഇടാതിരിക്കാൻ മാക്സിമം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്ന് വെച്ചാൽ അത് ഇടുന്നതുകൂടി നമ്മുടെ ആ ഒരു നമ്മുടെ ചുറ്റുപാടുകൾ വൃത്തികേടാവുകയാണ് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക.